ചേട്ടാ ഇതെന്തൊരു മൗസിന്റെ പുറത്ത് ഫെവികുക്ക് മറിഞ്ഞു വീണ് മൗസ് ഒട്ടിയിരിക്കണ്. അയ്യോ എടാ അത് അത്രയും പറഞ്ഞു പോയടാ അത്. അയ്യോ എന്റെ മൗസ് പാഡ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ 3D പ്രിന്ററിന്റെ സാമാനം ഒട്ടിക്കാൻ എടുത്തോണ്ട് വെച്ചതാ. മൗസിന് എന്തെങ്കിലും പറ്റിയോ? വർക്കാവുന്നുണ്ട് കേട്ടാ. ലക്കിയാണല്ലോ അണ്ണാ. എടാ എൻ്റെ ഒരു കഴിഞ്ഞ 3 വർഷത്തെ വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് കഷ്ടകാലമാണെന്ന്. ഇത് ഇന്ന് മാറും നാളെ മാറുമെന്ന് വിചാരിച്ച് ജീവിക്കണം ഞാനാണ് മണ്ടൻ. കഷ്ടകാലം ഇങ്ങനെ ഉദിച്ച് തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മനസ്സിലായോ? കെ വി ആയിട്ടുള്ള ഇഷ്യൂ. എന്ത് കെ വി ആയിട്ട് എന്തെങ്കിലും അടി വഴക്കുമല്ലോ ആയോ? വാട്ട്? കെ വി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയോ? ഇല്ല. കെ വി MRC ഇഷ്യൂ സോൾവഡോ? അതിനെന്തെങ്കിലും ഇഷ്യൂ ആയോ? ഇല്ല, സോൾവ് ആക്കി മാമനായിട്ട്. കംബാക്ക് ഫുണ്ടേ, നിന്നെ ഉണ്ടല്ലോ ഞാൻ. നിന്നെ ആണ്ടിലൊരിക്കൽ വരും കംബാക്ക് എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ലൈവ് ഇടും, 3-ാമത്തെ ദിവസം വള്ളി എടുക്കും, പിന്നെ 10 ദിവസം 50 ദിവസം ഗ്യാപ്പ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. കണ്ണാപ്പി സോൾവ് ആക്കി. ആര്? പേര് മാറിപ്പോയാണോ? ഹലോ ചാട്ട് ഒരു മിനിറ്റ്. കണ്ണൻ സോൾവ് ആക്കി. നിങ്ങൾ ടി വി ഒക്കെത്തുള്ള മറ്റേ ജർമ്മൻ കണ്ണാപ്പി എന്ന ചാനലുള്ള ആ പയ്യനെ പറ്റിയാണോ പറയണേ? അവനാണ് സോൾവ് ആക്കിയത്. അതെ, ഞങ്ങളുടെ കോഹ്ലിയുടെ കണ്ണൻ. കോഹ്ലിയുടെ പറയാൻ ഞാൻ കേട്ടാ. ഗാർഡിയൻ കണ്ണാപ്പി. അയ്യോ അവസരം നോക്കി. എനിക്ക് തോന്നി എന്താ പറയട്ടെ കൈസ്, ആൾക്കാർ മറ്റേ നന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടേ, നന്മ ചെയ്ത് മറ്റേ മനസ്സ് കീഴടക്കാൻ നോക്കുന്ന ആൾക്കാരല്ലേ, അതിലൊരു കണ്ണിയാണ് ഈ കണ്ണാപ്പി. ഇപ്പൊ മനസ്സിലായ? കെ വിക്കെതിരെ പണ്ടൊരു മുട്ടുസൂചി വീണ സിറ്റുവേഷൻ ആക്കിക്കൊണ്ടിരുന്നവനാണ് ഈ കണ്ണാപ്പി, മനസ്സിലായ? മുട്ടുസൂചി വീണാൽ അടുത്തൂടെ പോകുന്നവൻ ഡോറ് തുറന്ന് അവന്റെ തോളത്ത് തട്ടി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുത്തിട്ടുള്ളവനാണ് അവൻ ഇത് സോൾവ് ആക്കിയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവന് ഗാർഡിയനിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുക ഇവിടെ, മനസ്സിലായ? ഒന്നും നടക്കാൻ പോണില്ല. കൊടുക്കത്തില്ല. അവനെ ഗാർഡിയൻ ആക്കുന്നതിനൊന്നും ടി വിയെ ഡിസ്മാൻഡിൽ ചെയ്യും. ഒരു സംശയവും ഇല്ല, ഡിസ്മാൻഡിൽ ചെയ്യും. പിന്നെ എന്താ കേസ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും. ഞാൻ മെന്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര വീക്ക് ആയതുകൊണ്ടാണ് നമ്മുടെ റെഗുലർ സ്ട്രീം മുടങ്ങിപ്പോയത്. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. അതിന് മുമ്പ് ഒരാളൂടെ തന്നായിരുന്നു തോന്നുന്നല്ലേ? ക്യാപ്ഷൻ ബ്രോ തന്നായിരുന്നു. പിന്നെ അതിന് മുമ്പ് സിമി ടോബിൻ ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ ഗൈസ്. താങ്ക് യു. ക്യാപ്ഷൻ ബ്രോ വീണ്ടും തന്നു. ക്യാപ്ഷൻ ബ്രോ ഇന്ന് എനിക്ക് 2 തന്നു കേട്ടാ. അണ്ണാ ഓക്കെ അല്ല? എടാ ഞാൻ ഓക്കെ അല്ലടാ. ഞാൻ സത്യമായിട്ട് ഞാൻ ഓക്കെ അല്ല. സീരിയസ് ആയിട്ട് ഞാൻ ഓക്കെ അല്ല. ഞാൻ ഒന്നും കൊണ്ടും ഓക്കെ അല്ല. പറയാതിരിക്കാൻ വയ്യ. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച്. ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. വെൽക്കം സ്ട്രീം ജോക്കർ ബ്രോ. മനോജ് ബ്രോ താങ്ക് യു സോ മച്ച് 5 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. ഷാൻ തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. എല്ലാവരും വന്നല്ലോ ഇന്ന് ഇവിടെ. നമ്മളെ സ്ഥിരം ഡൊണേറ്റ് ചെയ്യണം എല്ലാവരും വന്ന്. എനിക്കിത് ഇവിടെ ഈ മനാഫ് ബ്രോ, റാംബോ ബ്രോ, ക്യാപ്ഷൻ ബ്രോ, ജോക്കർ ബ്രോ ഇടയ്ക്ക് വരും. ഇത്ര പേരാണ് നമ്മുടെ ഇവിടുത്തെ ഡൊണേറ്റേഴ്സ് സത്യം പറഞ്ഞ. താങ്ക് യു മീൻസ് ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഗൈസ് എന്താ പരിപാടി? ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നാളെ തൊട്ട് RP കയറുന്നുള്ളൂ. ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ഡിസ്കോഡ് നോക്കണോ? ഞാൻ ഒട്ടും ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയിട്ടും വന്നത്. പിന്നെ ഇന്ത്യയുടെ കളികളെ കണ്ടപ്പോഴത്തേനും മൈൻഡ് ഫക്ക് ആയടാ, സത്യം പറയാം. നമുക്കാണെങ്കിൽ കുറച്ച് നേരം ഡിസ്കോഡ് നോക്കിയിട്ട് നമുക്ക് പബ്ജി കളിക്കാം. പബ്ജി എന്തായാലും എല്ലാ ദിവസവും ഉണ്ട്. ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തായിരുന്നു എടുക്കണ്ടേ? നമ്മുടെ VC ആരെല്ലാം ഉണ്ടോ നോക്കട്ടെ. അതേ ഇരിക്കുന്നു. ഹലോ
ഹലോ സാറേ മാമനും പറഞ്ഞോട്ടോ കാര്യം പറഞ്ഞോട്ടോ. കണ്ണാപ്പി കേക്കോ? ഹലോ അണ്ണാ കേക്കാലോ. ഹലോ ഹലോ. ഓ കെ വി ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരുന്നോ? സിറ്റുവേഷൻ അണ്ണാ. ആരാ സിറ്റുവേഷൻ എടുത്തേ? ഞാൻ അല്ലായിരുന്നു, ഞാൻ മാമനായിരുന്നു. മാമനെ വിളിക്കാം. മാമനെ വിളിച്ച് അല്ല അത് സോൾവ് ചെയ്ത് സിറ്റുവേഷൻ സോൾവ് ചെയ്ത് നീ സോൾവ് ചെയ്ത് ഞാൻ ചെന്നിട്ട് ഹിറ്റ്മാന്റെ അടുത്തും ബാക്കിയുള്ളവരുടെ സംസാരിച്ച് അവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഈ മാമനെ അറിഞ്ഞുകൂടാ. അണ്ണ സംബന്ധിച്ചാല് ഇവൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരമായി. അപ്പൊ എന്തോ ഇവനെ അടിച്ചു കൊന്നു, മനസ്സിലായോ? അപ്പൊ ഇവൻ മറ്റേ പോയി സംസാരിച്ച് സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ പോയപ്പോഴത്തേക്ക് അവന് മറ്റേ കേവിലെ മൈക്ക് റോങ് അടിച്ചു. അപ്പഴത്തേക്ക് എന്തോ അത് കഴിഞ്ഞിട്ട് കേവല് അൾട്രോണെ കണ്ടപ്പോഴത്തേക്ക് എന്തോ മാമൻ എടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ഇപ്പൊ ഗ്യാങ്ങിൽ ഇല്ലല്ലോടാ അങ്ങനെ എന്താ പറഞ്ഞപ്പോഴത്തേക്ക് മാമൻ അത് ഫീൽ ആയി, മനസ്സിലായോ? പിന്നെ സംസാരിക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് കേറിയിട്ടാണ് ഞാൻ സംസാരിച്ച് സോൾവ് ചെയ്തത്. അല്ല നീ എന്താ അടിയെടുക്കുക? നമുക്ക് സിറ്റുവേഷൻ എടുക്കായിരുന്നല്ലോ കണ്ണാപ്പി. അല്ല നമുക്ക് അല്ലണ്ണ നമ്മള് അണ്ണൻ ഇല്ലാത്ത നമ്മളാ ഒരു കാര്യം അതുപോലെ ചെയ്യേണ്ടതാണ്. അല്ല നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കായിരുന്നു, സിറ്റുവേഷൻ ആക്കായിരുന്നു. ഞാൻ സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിട്ട് ഇരുന്നതാ. അണ്ണാ അത് തല്ലടയത്തല്ല സമയം കണ്ടല്ലോ, കണ്ടോ നിങ്ങൾ? കണ്ടോ, മനസ്സിലായോ കാര്യങ്ങൾ? മനസ്സിലായോ? ഒരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അപ്പൊ തന്നെ അതിൽ കയറി പിടിക്കുവാ, മനസ്സിലായോ? ഷാനി തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച് 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ഷാനി ബ്രോ. കണ്ട് എടാ എന്താ മാമ സിറ്റുവേഷൻ? ചെറിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ചുമ്മാ വന്നിട്ട് ആളറിഞ്ഞൂടെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എന്നെ കൊന്നായിരുന്നു, ആളറിയാതെ കൊന്നു പറഞ്ഞ്. രണ്ടാമത് വീണ്ടും സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് ചെറിയൊരു സംസാരം പോലെ ആയി, പിന്നെ സോൾവ് ആയില്ല. എന്നിട്ട് അപ്പൊ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ പറഞ്ഞ് അവനറിയാം ഞാൻ ആരാണെന്ന്. പിന്നെ അവൻ എന്റെ അടുത്ത് പറയണത് വെച്ചാൽ അവൻ എന്നെ അറിഞ്ഞുകൂടാന്നൊക്കെയാണ് പറയണത്. പക്ഷെ ആദ്യം അവൻ പറഞ്ഞത് ഇത് പേരെന്താ, സോൾവ് ചെയ്യണ സമയത്താണ് ഇത് സംസാരിക്കണ. പേരെന്താ, ഗ്യാങ്ങിലുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതെനിക്ക് എന്തോ ചൊറിയണ പോലെ തോന്നി. ഞാൻ പിന്നെ കൂടെ ഒന്നും പറഞ്ഞില്ലടാ. ഞാൻ പഴയ ശരിടാ എന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ ഇന്ന് സംസാരിച്ച് സോൾവ് ചെയ്തു, സീനില്ല, സോൾവ് ചെയ്തു. സംസാരിച്ച് ഇന്ന് അവിടെ പോയി. അപ്പൊ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ ഉള്ള രീതിയിൽ എറണാകുളത്ത് മഴ ഉണ്ടോടാ? ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മുടിഞ്ഞ മഴയായിരുന്നു. ഇന്ന് മഴയില്ല. ഇന്ന് മഴ ഉണ്ടോന്ന് പറഞ്ഞൂടാ, വെളിയിൽ ഇറങ്ങിയില്ല. ഇന്ത്യയുടെ കളി കണ്ടിപ്പെട്ടിരുന്നു. ശരിക്കും മാമൻ ഗ്യാങ്ങിലുണ്ടാവുന്നു. ഇപ്പൊ കറന്റ് അവൻ ലിസ്റ്റിലില്ല കൈസ. കാരണം അവൻ കുറച്ച് ദിവസം ഇനാക്റ്റീവ് ആയിരുന്നു. അവൻ റഷ്യയിൽ പോയേക്കല്ലായിരുന്നു. ആ സമയത്ത് അവൻ ഇനാക്റ്റീവ് ആയതുകൊണ്ട് നമ്മള് ലിസ്റ്റിൽ നിന്ന് ജസ്റ്റ് മാറ്റിയിട്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇവൻ ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചെടുത്തിടാം. ആക്റ്റീവ് അല്ല, അങ്ങനെ പറയുന്നത് ആക്റ്റീവ് ആകുവാണെങ്കിൽ. ആവുമ്പോൾ ജോക്കി എന്നാ ജോക്കി ആർപ്പിക്കുന്നേ? കണ്ണ് പോയല്ലോടാ, കണ്ണില്ലല്ലോ എനിക്ക്. എന്റെ ലെഫ്റ്റ് ഐ ഇൻഫെക്ഷൻ ആടാ. കള്ളനാണേ വെറും കള്ളത്തിലൊക്കെ. ഗൈസ് ഇന്നലെ അല്ലായിരുന്നു നിന്റെ ബർത്ത്ഡേ? മെനഞ്ഞാന്നായിരുന്നല്ലേ സ്കൈയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞു. അവന്റെ ഒറിജിനൽ ബർത്ത്ഡേ കഴിച്ചു. ബാക്കി എല്ലാ ദിവസവും ആൾക്കാർ വിഷ് ചെയ്തു. ഒറിജിനൽ ബർത്ത്ഡേ ഒരുത്തരും തിരിഞ്ഞു പോലും തോന്നിയില്ല. കണ്ണാപ്പില്ല വൈകുന്നേരം അളിയ സോറി എന്ന് പറഞ്ഞ വിഷയമാണ്. അടിമിണ്ടാരും കൊറേ നേരമായി. അതിന്റെ ഇമ്പാക്ട് എന്താ പൊന്ന? എന്താ പൊന്നയാണ് ഇപ്പൊ ട്രെൻഡിങ് വാക്ക്. അതെന്താ അങ്ങനെ പറയണേ? അത് പുതിയ ട്രെൻഡിങ് ആണ് ഇപ്പൊ സിറ്റി. റീൽസ് ഒന്നും ഇല്ലാത്തോണ്ടാണ്. ഇല്ല പൊന്ന എന്താ? അത് സിറ്റിയിലെ സംഭവമാണ്. എല്ലാരും കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണോ? അത് എങ്ങനെയാണോ പറയാ. എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കാൻ അന്ന് സിറ്റി കയറണുണ്ടോ ഇന്ന്? ഇല്ല ഞാൻ നാളെ തൊട്ട് കളടാ. നാളെ തൊട്ട്
ഹായ് ടീമിലുള്ള പയ്യൻ ടീമിൻ ഡാൻ മൈക്ക് മാറ്റി നീ ഡീമൻ. ചെറുതായിട്ട് നിന്റെ സൗണ്ടേ മാറിപ്പോയി കേട്ടോ, ആളെ മാറിപ്പോയി. കയ്യിലെ സാധനമൊക്കെ ഊരിട്ടാ ചേട്ടാ. അണ്ണാ ഇന്നാണ് അണ്ണ വേറൊരു കേസ് പറഞ്ഞ. എടാ നീ വേറൊരു കാര്യം പറഞ്ഞില്ലല്ലോ കണ്ണാപ്പി. എന്താണ് പറയാൻ പോണെന്നൊക്കെ എനിക്കറിയാം. ഇവൻ ഈ ഡീമൻ കഴിഞ്ഞ വട്ടം വീട്ടിൽ വന്നിട്ട് ഇവന്റെ കയ്യെ കൂടെ ഒരു ബ്രേസർ വാരിയിട്ടിട്ടാണ് വന്നത്, മനസ്സിലായോ? എന്നിട്ട് എന്റെ ഗെയിമിംഗ് റൂമിൽ അത് വിരിച്ചിട്ടിട്ട് പോയി കേട്ടാ. ഞാൻ രാത്രി വന്ന് കണ്ട് പേടിച്ചില്ലെന്നേ ഉള്ളു കേട്ടാ. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുതിയപ്പോ തൂക്കിയിട്ടിരിക്കുന്ന അവിടെ എങ്ങനെ ഇവ കൊണ്ടുപോയി പോയിരുന്നത്. പേടിച്ചു പോയടാ ഉറക്കത്തിൽ ചാടിന്റെ കണ്ടപ്പോ. ഞാൻ വവ്വാല അത് എന്തൊരു സാധനം, അതിങ്ങനെ അവിടെ കറക്റ്റ് അതിങ്ങനെ ഫിറ്റ് ആയിട്ട് കറക്റ്റ് തൂക്കിയിട്ടിരിക്കണ. നീ എന്താ പറയാൻ വന്നേ? എനിക്കിപ്പോ മൗസൊക്കെ ഓടിക്കാൻ പറ്റുന്നത്. ഇത് നമ്മുടെ മാമനൊന്ന് ഉണ്ണിക്കുട്ടനെ വെല്ലുവിളിച്ച TDM 1v1 15 പോയിന്റ് ആയിരുന്നു ജയിക്കാം. ഉണ്ണിക്കുട്ടൻ 14 എടുത്ത് മാമൻ 4 പോയിന്റ് എന്തോ. അപ്പൊ ജയിക്കാതെ മാമൻ വയറ് വലിച്ച കൂരിയാണ്, അതിന് കറണ്ട് പോയിരുന്നു. ആണല്ലേ? മാമ എന്ത് നാണമുണ്ടോടാ മാമ, കഷ്ടമാടാ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ, സാക്ഷയുടെ ഒക്കെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് പോലും കണ്ണാപ്പി ഒന്നും അത് വലിച്ചൂരിയില്ല. നല്ല അടിയുണ്ട്. അവളാണ് 2 റൗണ്ട് എടുത്തിട്ട് തല്ലി അടിച്ച് പെരുന്നാൾ അടി അടിച്ചിട്ട് വലിച്ചൂര് അവിടെ കളിച്ച്. അതാണ് കോൺഫിഡൻസ്, മനസ്സിലായ? അല്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ കണ്ണാപ്പി, നിന്നെ ആരാണ് മെയിൻ ലൈനപ്പിൽ ഇട്ടത് ലാസ്റ്റ് KSRR വാറിന്? നല്ല കൂടുതലുണ്ട് കേട്ടാ, ഞാൻ നല്ല കൂടുതലുണ്ടേ. നിന്നെ ഞാൻ നീ പ്രീവാറില് ഡബിൾ ഡിങ്ക് അടിച്ചു വെച്ച എല്ലാ കില്ലും പോയി മത്തിക്കൊണ്ട് പോയിട്ട് നീ മറ്റേ വാറിൽ പോയിട്ട് നീ പോച്ചക്കകത്ത് ഒളിച്ചിരുന്നു. നിന്റെ POV ഞാൻ കണ്ട്. ഇവന്റെ POV ആരല്ലേ കണ്ടായിരുന്നോ കൈസ് വാറിന്റെ? ഓ അപ്പൊ പിന്നെ അതാ ഞാൻ പറഞ്ഞേ, കുറച്ചു കാലം കഴിഞ്ഞ് സിങ്ക് ഒക്കെ ആവുമ്പോ നീ വാറ് കളിച്ചാ മതിയേ. കണ്ണപ്പിട POV ഒന്ന് കാണണേ കൈസ്, സമയം കിട്ടുന്നവരൊക്കെ. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഹീൽ ചെയ്യാൻ വേണ്ടി പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഞാനെല്ലാം കണ്ട് കേട്ടാ വെളിയിലിരുന്ന്. എല്ലാം കണ്ട് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ SRK അരവണ വീട്ടിലായി പോടാ, എടുക്കാൻ മറന്നുപോയി. അത് കൊണ്ടുവരണം. എന്ത് ചെയ്യാൻ പറ്റും ഇനി? കൊണ്ടുവരാം. ഞാൻ പോയി എടുത്തോണ്ട് വരണത്. ആ നീ വേറെ ഒരു കഥ കൂടെ പറയാൻ ഇതായിട്ടോ. നമ്മുടെ കൂട്ടത്തില് 2 സ്വാമിമാരുണ്ടായിരുന്നു. ഒന്ന് വിനീത് സ്വാമിയും ഒന്ന് SRK സ്വാമിയും. ഈ 2 സ്വാമിമാരെ അയ്യപ്പനെ അടുത്ത് കാണാന്ന് പറഞ്ഞ് കോർണറുള്ള ലൈനിൽ നിന്ന് ഞാൻ പറഞ്ഞടാ ഈ ലൈൻ മൂവ് ആവുന്നില്ല, നമുക്ക് ചാടി രക്ഷപ്പെടാം. ഞാൻ ഒരു സ്വാമിയുടെ കൈയും കാലും പിടിച്ച് മതിലി ചാടി ഇപ്പുറത്തെ ലൈനിൽ കയറി. ഞാൻ കയറി തൊഴുത് ഇറങ്ങി വന്നപ്പോഴും വിനീത് സ്വാമിയും SRK സ്വാമിയും 1.5 മണിക്കൂർ ബാക്കിൽ അവിടെ ക്യൂവില് അപ്പൊ മറ്റേ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആൾക്കാരുടെ കൂടെ നിക്കണം. ഞങ്ങൾ തൊഴുതിട്ട് രണ്ടാമത് ഒന്നുകൂടെ കയറി തൊഴുത്, രണ്ടാമത് വീണ്ടും കയറി തൊഴുത് 2 വട്ടം കണ്ടിട്ട് ഇവര് വന്നില്ല. കോമഡി ആ 2 പേരും ഒരു ക്യൂ എന്നുള്ളവര് നമ്മള് മനസ്സിലാക്കി കുറച്ച് താമസിച്ചു പോയി. ആഷ്ബൂട്ടറിന്റെ കോസ്റ്റ്യൂം കിടില്ലായിരുന്നു കേട്ടോ. സത്യം പറയാലോ അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ ശബരിമല പോയിട്ട്. ആശും ഞാനും ഇവനും ബോബും ഉണ്ടല്ലോ, ഓരോ 2 മിനിറ്റിലും വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചാണ് കേറിയത്. ശബരിമല കടയൊന്നും ഇല്ലായിരുന്നു, ഞാൻ ചത്തുപോയേനേടാ. പണ്ടത്തെ ശബരിമല ആയിരുന്നു, ചത്തുപോയേനെ ഞാന്. അയ്യോ എങ്ങനെ കേറി നിറഞ്ഞുവിടറാ എന്റെ അമ്മോ. അന്നത്തോടെ ഇത് 3-4 ദിവസം കാലില്ലായിരുന്നു. വിനീതിന്റെ കാല് മുറിച്ച് കളഞ്ഞില്ലേ, അഡ്മിറ്റ് ആയി. ഞാൻ അന്നാരേ പറഞ്ഞ ഇവന്മാർക്കൊക്കെ എടാ അവിടെ സന്നിധാനത്തിന്റെ താഴെ 150 രൂപയ്ക്ക് ചെരുപ്പ് കിട്ടും കേട്ടാ. ഞാൻ 150 രൂപയുടെ ചെരുപ്പ് മേടിച്ച് വെച്ചാണ് ഞാൻ താഴെ വന്നത്. അന്നേരം നമ്മുടെ SRK സ്വാമിയൊക്കെ പാടില്ല പാപം പാടില്ല നിരങ്ങി
അയ്യോ. ഞാൻ എല്ലാരൊക്കെ മുമ്പേ എത്താന്ന് വിചാരിച്ച ഒറ്റ നടത്തോളം താഴെ വന്നിരുന്നു. ആ, അത് കേക്കണേ, അത് കേക്കണേ. കണ്ണാപ്പി അത് കേക്കണേ. ഞങ്ങളൊക്കെ മുമ്പേ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരു അരമണിക്കൂർ മുമ്പേ ഇറങ്ങി താഴെ പമ്പയില് വന്ന് കരിക്ക് വെക്കുന്ന മാമന്റെ കൂടെ ഇരുന്ന് കരിക്കൊക്കെ വെട്ടിക്കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഞങ്ങൾ ഇവനെ പാസ് ചെയ്ത് പോയത് ഇവനെ അറിഞ്ഞില്ല. ഞങ്ങളത് വണ്ടിയുടെ അവിടെ ചെന്നപ്പം എന്റെ അടുത്ത് പറയുക, അണ്ണാ ഞാൻ ഇപ്പോഴും ഇവിടെ പമ്പയിൽ ഇരിക്കുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടെ കരിക്ക് വെക്കുന്നിടത്തോണ്ട് അണ്ണ കരിക്ക് കുടിച്ചെടുത്ത് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ പാസ് ചെയ്ത് ഞാൻ കണ്ടില്ലെന്ന്. പിന്നെ ഇവനെ പോയാണ് ഞങ്ങളെ കാത്ത് മറ്റേ ഇതൊക്കെ പറഞ്ഞത്, ഇവനെ കാത്ത് വെളിയിൽ 1 മണിക്കൂർ ഇരിക്കേണ്ട വന്ന്. അത് ഞാൻ മാമന്റെ അടുത്ത് വെറുതെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കരിക്കിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പൊ അവിടെ. എന്തൊക്കെ പയ്യന്മാര് കഴിച്ചു, ഞാൻ എന്തൊക്കെ അനുഭവിക്കണല്ലേ. അണ്ണാ മറ്റേത് പറഞ്ഞില്ല, യാത്ര ഭയങ്കര കഠിനം. ഓട്ടോറിക്ഷ, പാൻറ് ലോറി. എന്താ മനസ്സിലായില്ല അണ്ണാ ഓട്ടോറിക്ഷ മറ്റേ കുത്തിയിരിങ്ങിരുന്ന് പോയ തിരിഞ്ഞ് അവിടെ പമ്പയിൽ ചെന്നപ്പോഴേ പമ്പയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല, ആരെങ്കിലും ഒരാൾ നമ്മളെ വിട്ടിട്ട് പോണം. അപ്പൊ ശബരിമല പമ്പയിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള എന്തോ സ്ഥലത്തിന്റെ പേര് നിലയ്ക്കല് വണ്ടി ഇട്ടിട്ട് പോണം കേട്ടാ. നിലയ്ക്കല് ചെന്നപ്പോ അവിടുന്ന് പോവാൻ ബസ്സില്ല. രാത്രിയിൽ ഒരു വാമ ഓട്ടോ ആയിട്ട് വന്ന് 8 ചുരുണ്ടിരുന്നു. ഞങ്ങളത് ഇങ്ങനെയൊക്കെ ഓട്ടോ ഇല്ല, ഞാൻ ഇങ്ങനെ ഓട്ടോ എന്നെ അവിടെ പമ്പയിൽ ചെന്ന് ഇറങ്ങിയപ്പോ എന്റെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കണം, ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു 6 പേര് ഓട്ടോ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അതും കൊണ്ട് ഭയങ്കര കഠിനമായിരുന്നു, അയ്യപ്പൻ കൂടെ 2 കള്ളസ്വാമിമാരുണ്ടായിരുന്നു. സത്യം 2 കള്ളസ്വാമിമാരുണ്ടായിരുന്നു നമ്മളെ കൂട്ടത്തിൽ. അതിന്റെ എല്ലാം ഞങ്ങൾ അനുഭവിക്കേണ്ട വന്നു. അയ്യോ 2 കള്ളസ്വാമിമാരാ പറഞ്ഞാണ്. കൊറേ നേരം കൊണ്ട് ഇവിടെ ചാറ്റിലുള്ള എല്ലാരും കുണയം കേട്ടോണ്ടിരിക്കണ കേട്ടോ നമ്മുടെ. ഓ പൊന്നാ പൊന്നാണോ വിളിക്കുന്നത്? ട്രെൻഡ് കൊണ്ട് മനസ്സിലായിട്ടില്ല. ഇല്ല എനിക്ക് മനസ്സിലായില്ല, എനിക്ക് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ വെച്ചാൽ വേറെന്ന് പറ. എങ്ങനെയാണ് പറയുന്നത്? അതെന്താ ഓർത്തോക്കെ ഒന്ന് ഓർത്ത് നോക്ക്. ഓ മനസ്സിലായി റാഷിഡ് ആർമി അല്ല ആൾക്കാരുമല്ല. അതിന്റെ വേറെ ഒരു സാധനം നമ്മള് അതിന്റെ സ്പൂഫ് കണ്ണാപ്പി 24 മണിക്കൂർ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കിത് പറയാൻ എന്ത് റൈറ്റ് ഉണ്ടതാ? നീ പൊന്നാന്ന് വിളിക്കുന്നില്ലതല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം നീ ചെയ്യുന്നില്ലേ? അണ്ണാ എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹായ് കൊടുക്കണേ അണ്ണാ. ഫ്രണ്ടിന്റെ പേരെന്താ? സോഫിയ. അതെന്റെ ഫ്രണ്ടല്ലേ? അതെന്റെ ഫ്രണ്ടാണ്. എന്റെ ഇതെങ്ങനെ ഹായ് മേടിച്ചു കൊടുത്തിട്ട് ട്യൂൺ ചെയ്യാനുള്ള പരിപാടിയാണോ നിനക്ക്? നമ്മള് സെത്രയാണ്. ഇല്ലില്ല കണ്ണാപ്പി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞേട്ടാ. നീ ഈ പെണ്ണുങ്ങളെ അടുത്ത് ഷോ കാണിക്കുക, ഇനി എന്റെ പേരെടുത്തിട്ട് ചെവിക്കല്ലടിച്ചാൽ പൊട്ടിക്കും, കളയുകയും ചെയ്യും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പാല് മേടിക്കാൻ പോണം, ഞാൻ പാല് മേടിക്കാൻ പോണം, നീ എന്നെ മറ്റേ വിളിക്കരുതെന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ആണെന്ന് പറഞ്ഞ് കോള് കട്ടിയാണ് ഞാൻ കണ്ടില്ലെന്നാണ് വിചാരം നിന്റെ. അല്ല ഇവിടെ ഡിസ്കൗണ്ട് കിടപ്പുണ്ട്. 4ാമത്തെ ട്രോള്, 4ാമത്തെ 5ാമത്തെ എന്തോ. ഇവനൊക്കെ 2 ദിവസം ഞാൻ വരാതിരുന്നു കഴിഞ്ഞാൽ എന്നെ വിറ്റുകളയും. 2 ദിവസം ഞാൻ ഇനാക്റ്റീവാ. സണ്ണ സോഷ്യൽ മീഡിയ ഇനാക്റ്റീവ്, ഇതൊന്നും കാണൂലെന്നാ വിചാരിക്കുക കേട്ടാ. ഞാൻ നോക്കിയപ്പോ 1 ദിവസം എന്നെ പാല് മേടിക്കാൻ പറഞ്ഞിട്ടാ ഇത് ചോദിക്കണേ. ഹലോ എന്താ വിളിച്ചത് നീ? ഇവിടെ ലൈവില്ല. ഇതിനു മുമ്പ് ഇവൻ 2-3 വട്ടം എന്നെ പാല് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഈകളെ, നീ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാൻ. വലിയ പ്രശ്നമായി ഇതൊക്കെ. കണ്ണാപ്പി, ഞാൻ ഒരു സത്യം പറയട്ടെ. നിനക്ക് ഒരു പെണ്ണ് പോലും കിട്ടാതെ നീ ഇങ്ങനെ നിന്ന് പുഴുത്തു പോത്തേ ഉള്ളു. നീ നീ ഇങ്ങനെ പോത്തതേ ഉള്ളു. നീ ഒരു സംശയവും ഇല്ല.
ഇനി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാ ഞാൻ ഈ ഇതിനകത്ത് കേറിയിട്ട് ഈ ആരോടാ നീ പറഞ്ഞ വെച്ചാൽ അവളെ കണ്ടുപിടിച്ചിട്ട് നിന്നെയും കൂടെ ഇവിടെ വിളിച്ചു വരുത്തി അവളുടെ മുമ്പിൽ ചീത്ത വിളിക്കും. ഇതാണ് സോണിയ. സോഫിയ 2000 ഫോളോവേഴ്സിന് ഇപ്പൊ 3300 ആയി. എല്ലാവരും ഫോളോ ചെയ്തു. അത് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഞാൻ ഫോളോ ചെയ്തില്ലല്ലോ. എന്നെ ഫോളോ ചെയ്തിട്ടില്ലത്. അത് പറഞ്ഞപ്പോഴേ ഒരു അപവാദനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ ലൈവില്. എന്ത് എന്തിനാ പെണ്ണായിട്ട് ഡേറ്റിങ്ങിന് പോയത്? പെണ്ണായിട്ടെന്നല്ല, നീ റിലേഷൻഷിപ്പിലായെന്നാ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് നീ പുഡിന്റെ കൂടെ കമ്മിറ്റഡ് ആയ കാര്യമാണ്. പെണ്ണെന്ന് ഞാൻ പറഞ്ഞില്ല, നീ കമ്മിറ്റഡ് ആയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് നീ പുഡിന്റെ കൂടെ ആണെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. അവിടുത്തെ ലൈവ് വരുമ്പോ പറയാന്ന് വിചാരിച്ച്. പെണ്ണായിട്ട് മറ്റേ കാര്യം കൂടെ പറയാം. മറ്റേ കാര്യം ഏതാടാ? ഒരുത്തൻ സിറ്റിയിൽ കുറച്ച് 3-4 ദിവസമായിട്ട് ഒരു പ്രശ്നമുണ്ട്. കുക്കർ റോക്കി ഇന്റർവ്യൂ കാണണേന്നോ? ഇന്റർവ്യൂ അത് സ്പെഷ്യലാണ്. സ്പെഷ്യൽ. അത് പിന്നെ സെപ്പറേറ്റ് ആണ്. ഇപ്പൊ ഈ ഓളത്തിൽ കാണണ്ട. അതെന്താടാ? അതായത് ഞാനും മാമനൊരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. ഇന്റർവ്യൂ എടുത്തായിരുന്നു നാളെ. സിറ്റിയിലെ ഹീറോ കുക്കർ റോക്കി എന്ന് പറഞ്ഞ. അല്ല നീ ഇപ്പൊ എന്ത് പറയാന്ന്? അതാ ഞാൻ പറയാൻ വെച്ചാല് 4 ദിവസമാണ് നമ്മളെ RP ചെയ്യുമ്പോഴത്തേക്ക് ഈ പയ്യനാണെങ്കിൽ മറ്റേ ലൈവ് സ്ട്രീം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ അത് ടിച്ച് പോലത്തെ. അതിന്റെ അകത്ത് ഇവ ഓരോ ദിവസം ഓരോ ഫോൺ എടുത്തിട്ട് അതിന്റെ അകത്ത് പേര് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ ഇന്ന് ഉക്കർ റോക്കിയിട്ട് വള്ളിയാവുന്നെങ്കിൽ TG ഉക്കർ റോക്കിന്ന് പേര് ഇട്ടിട്ട് കുറെ ചീത്ത വിളിക്കും. മനസ്സിലായോ? നമ്മളെ ചീത്ത വിളിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അവനാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് TG വിളിച്ച് ചോദിച്ചു. അപ്പൊ അവരല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ നമ്മളൊരു പോലീസുകാരനായിട്ട് അടിയായപ്പോ അവന്റെ പേരിടുന്നത്. പിന്നെ ഇത് എന്താണ് വേൾഡ് ടീംസ് വാണങ്ങള്, പിന്നെ നമ്മുടെ ഓസിലെ കാര്യമുണ്ടല്ലോ, ഓസിലെ കാര്യങ്ങൾ ഡ്രാഗ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നെന്താ വാസന്റെ ഇതിപ്പം 3-4 ദിവസമായിട്ട് അഡ്മിറ്റ് എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആ പേരിൽ ഇപ്പൊ നമ്മൾ സിറ്റി വഴി പോണവനൊക്കെ പിടിച്ചടിക്കുകയാണ്. വഴി പോകുന്ന ഇപ്പഴത്തെ അടിച്ചു കൊന്ന്, ഇപ്പൊ അടിച്ചു കൊന്ന്. അല്ല, അപ്പൊ ഇനി മനസ്സിലത് ഓർമ്മ വേണം കണ്ണാപ്പി. ഇനി ആരെങ്കിലും ഏതെങ്കിലും പേരിട്ട് എന്തെങ്കിലും പറയുമ്പോ നേരെ അവന്റെ തള്ളക്കി വിളിക്കാതെ ആദ്യം അവനാണോ അത് പറഞ്ഞതെന്നൊന്ന് വിളിച്ച് അന്വേഷിക്കണം. ഇല്ല ഞാനല്ല കൊന്നത് പയ്യൻ നീ ഏത് ബ്രീഡാണ്? എന്ത് ശബ്ദമാണ്? കറക്റ്റ് കേട്ടോ. നീ എവിടെ ആയിരുന്നു? ചുമ്മാ കണ്ണാപ്പി നിർത്താ. നിർത്താൻ പറ്റില്ല. അതിന് ടോക്സിക്കിന്റെ ടീസർ ഇറങ്ങിയോ? പിന്നെ ഞാൻ കണ്ടില്ലേ? ടീസർ ട്രെയിലർ ആണോ ടീസർ ആണോ? ടീസർ ഓൾറെഡി ഇറങ്ങിയായിരുന്നല്ലോ. കാണാം.